എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ദാവീദ് സിനിമയുടെ റിവ്യൂ ഇവൻ പറയും. കാരണം ഇവൻ നിന്നെ തള്ളി മാറ്റിയിട്ട് ചാടി കയറിയ ആളാ. ഏത് ദാവീദ് കാണാനേ ഒരിക്കലും ഇല്ല കേട്ടോ. ടീസർ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാൻ കലണ്ടറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദാവീദ് കണ്ടോ, എനിക്ക് വിട്ടുതരുന്ന പരിപാടിയൊന്നുമില്ല. അവന് തോന്നിയത് അവൻ എന്തായാലും തെരഞ്ഞെടുത്തിരിക്കും. പിന്നെ സ്പോർട്സ് മൂവീസ് ഒക്കെ ഭയങ്കര താല്പര്യമായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടടാ. ആണല്ലേ? ഞാൻ വിചാരിച്ചു നമുക്ക് പൈങ്കിളിയൊക്കെ എനിക്ക് ഇഷ്ടം. ഞാനെന്തായാലും പൈങ്കിളി റൊമാൻസ് ഈ 2 സിനിമകളിൽ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ റിവ്യൂവിന് ശേഷം പറയാം, അടുത്ത റിവ്യൂല്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദാവീദ് നമ്മൾ ടീച്ചറിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു നരേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് ഗോലിയാത്തും ദാവീദിനെ കുറിച്ചുള്ള കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം കണക്ട് തുടക്കത്തിലെ തന്നെ ആ ഒരു സംഭവം, ആ ഒരു കഥ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് പെപ്പെ നായകനായിട്ട് വരുമ്പോൾ പെപ്പയുടെ ഒരു ഇടിപ്പടം. അതെ, അത് കാണുന്നതിന് ഒരു വൈബ് ഭയങ്കരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഓരോ ഇടി സത്യമായിട്ടും ഫീൽ ചെയ്തോന്നോ, ഗംഭീരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഴയ പെപ്പേന്റെ സിനിമകൾ പോലെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള സിനിമകൾ പോലെ ഒരുപാട് ഇടി അല്ലെങ്കിൽ ഫുൾ ഇടി അത് പ്രതീക്ഷിച്ച് ഒരിക്കലും സിനിമയ്ക്ക് പോകണ്ട. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ മൂവി അല്ല. അതിൻ്റെ ഇടയിൽ കൂടി ആളുടെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുടുംബം, ആ ഒരു സംഭവത്തിലൂടെയൊക്കെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലെ ഒരു ഫസ്റ്റ് ഹാഫിന് മുന്നേ നമുക്ക് ഒരു ചെറിയ രീതിയിലൊരു ലാഗൊക്കെ തോന്നും. കാരണം ഒരു സ്ഥലത്ത് തന്നെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് മുന്നോട്ട് പോവാത്ത പോലത്തെ ഒരു ഫീൽ വരും. പക്ഷേ ഇന്റർവെൽ ബ്ലോക്കിന് വന്നിട്ട് ഒരു കീടിലാൻ സാധനമായിട്ട് കൊണ്ടുപോയി നിർത്തും. അതിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിന്നെ നമ്മൾ തുടങ്ങുകയാണ് വേറൊരു വൈബിലേക്ക്. സെക്കൻഡ് ഹാഫ് അങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പൊ ഇന്റർവെല്ലിൽ ആ ഒരു മൊമെന്റ്സ് വരുന്നു, അതില് ഇന്റർവെല്ലിൽ നിർത്തുന്നു. അപ്പോ നമ്മൾ അതുവരെ നമുക്ക് ബോറടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര അങ്ങനെ ബോറടി പരിപാടികളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈജു കുറുപ്പിന്റെ കോമഡികളും നല്ല രസകരമായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ആന്റണി പെപ്പെ ആണെങ്കിലും സൈജു കുറുപ്പ് ആണെങ്കിലും ആന്റണി പെപ്പയുടെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട്. ക്യാരക്ടർ നെയിം സഫ എന്നാണ്. അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോ മോൾ ജോസ്, ഇവരുടെയൊക്കെ ക്യാരക്ടർ ഇവരാണ് ഹാഫ് ടൈം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ഭയങ്കര രസമായിട്ട് തന്നെ പോയിട്ടുണ്ട്. ചില സമയത്ത് മാത്രം നമുക്ക് അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്ര നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു ഫീൽ തോന്നുന്നു. കറങ്ങുന്നു, അതായത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട്. പിന്നെ ഇന്റർവെല്ലിന് മുന്നേ തന്നെ കാണിക്കുന്നുണ്ട് ആളുടെ ഇടീന്റെ പവർ എന്താണെന്നുള്ളത്. അത് തുടക്കത്തിലെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു നമുക്കറിയാം, നമ്മളെപ്പോഴും പെപ്പേന്റെ കൈയിന്റെ ബലമാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ ബലം ഫുള്ള് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് ഇന്റർവെല്ലിന്റെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നോടം മുതൽ പിന്നെ അങ്ങോട്ടൊരു കയറ്റമാണ്, വേറെ റേഞ്ചിലേക്ക് അങ്ങ് പോകും. ധൈര്യമായിട്ട് കിട്ടും, എത്ര വേണമെങ്കിൽ. പക്ഷെ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ ഒരു ഇതിന്റെ വലിച്ചിലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ ഗോവിന്ദ് വിഷ്ണുവാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആളുടെ ഫസ്റ്റത്തെ മൂവി ആണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നു. ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉള്ള ഒരു പേരാണ്. അതായത് ഗോവിന്ദ് വിഷ്ണു ഉണ്ട്, വിഷ്ണു ഗോവിന്ദ് ഉണ്ട്, കുറെ പേര്, കുറെ മ്യൂസീഷ്യൻസ് ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ ഗോവിന്ദ് വിഷ്ണു ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കൺഫേം അല്ല. ഫസ്റ്റത്തെ ആണെങ്കിൽ ആളുടെ എന്താ പറയാ എഫേർട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി പെപ്പ എടുത്തിരിക്കുന്ന എഫേർട്ട്, അത് 3 ലുക്കുണ്ട്. അത് ബോക്സിങ് ചെയ്യുന്ന സാധനം അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബോക്സർ ചെയ്യണ പോലെ തന്നെ കിട്ടുകയെ. പിന്നെ ആശാന്റെ വരവോടുകൂടി സിനിമ അങ്ങോട്ട് റേഞ്ച് മാറുകയാണ് കേട്ടോ. വിജയരാഘവന്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഭീകര സാധനമാണ്. ആളാണ് പിന്നെ അങ്ങോട്ട് നയിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫൈറ്റ്, അതായത് ബോക്സിങ്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ അത്രയും നേരം ഇരുത്തി കൊണ്ടുപോകുന്നത്.
സിനിമ മൊത്തം കാണുന്നത്. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് സീൻ മാത്രം മതി, അത്ര അടിപൊളിയായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ ഈ സ്പോർട്സ് സിനിമകളെ അതാണ്ട് ഇടിപരിപാടി അല്ലെങ്കിൽ ഓട്ടം അങ്ങനെ എന്താവട്ടെ, അതിന്റെ ക്ലൈമാക്സ് എപ്പോഴും ഒരു സ്ഥിരം പരിപാടി ആയിരിക്കും, സെയിം പരിപാടി ആയിരിക്കും. അങ്ങനെ തന്നെയാണോ അതിൽ? ഒരിക്കലും അല്ല. അതൊരു സസ്പെൻസ് സാധനം. അത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. കാരണം ഇതിന്റെ വില്ലൻ ഒരു അപ്പാര സാധനമാണ്. അതായത് അയാളുടെ വലിപ്പം നമ്മളെ ആദ്യം തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഈ വില്ലനായിട്ട് വരുന്ന ആള് അത് അത്രയ്ക്കും ഭീകരമാണ്. ആ ഒരു ആള് വന്നിട്ട് നമ്മുടെ നാട്ടില് ഒരു ബോക്സിങ് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് അത് വളർന്നു വരിക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അയാളുമായിട്ട് ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതായത് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വെക്കാൻ അതിലേക്ക് നയിക്കുന്ന ഒരു സംഭവം. ആ സംഭവത്തിന്റെ ക്ലൈമാക്സില്, അതായത് സിനിമയുടെ ക്ലൈമാക്സില് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല നടക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ക്ലീഷേ ബ്രേക്കിംഗ് ആണെന്ന് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണോ അതായിരിക്കും അവിടെ നടക്കാറുള്ളത്. പക്ഷെ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടൊരു ക്ലൈമാക്സ് അത് ഗംഭീരമുണ്ട്. പിന്നെ ആ വില്ലനായിട്ട് വരുന്ന ആളുടെ ക്യാരക്ടർ അതുവരെ ഉണ്ടായിരുന്ന ആളെ അല്ല, പിന്നീട് അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നായകന്റെ മുകളിൽ നിൽക്കുന്ന നായകൻ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വില്ലൻ തന്നെയാണ്. അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അതിനകത്ത് ഇയാളൊക്കെ എന്ന് ഒരു സമയത്ത് തോന്നിപ്പോവും, പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ആർക്കെങ്കിലും ഒക്കെ നമുക്കാണെങ്കിലും പറ്റുന്ന സംഭവം തന്നെ. ഇടയ്ക്ക് ഒരു വിജയത്തെ അതിൽ മതിമറക്കുക എന്ന് പറഞ്ഞ സംഭവം അതൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പെപ്പെ. ചില സമയത്ത് നമുക്കിങ്ങനെ ഗൂസ് ബംപ് അടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില ഡയലോഗുകളില് ചില സീൻ കാണിക്കുമ്പോൾ ഭയങ്കര ത്രില്ല് വരും. എന്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങൾ കുറെ സാധനം. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവം ഉണ്ട്. പക്ഷെ മുഴുനീളം ആക്ഷൻ സിനിമ അല്ല, അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അതായത് എനിക്ക് തോന്നുന്നു, എനിക്ക് കണക്ക് എനിക്ക് ഓർമ്മയില്ല, 1 or 2 ഫൈറ്റ് അത് അത്രയൊക്കെ തന്നെ ഉള്ളു. അല്ലാണ്ട് നമ്മുടെ ലിച്ചിയല്ലേ ക്യാരക്ടർ നെയിം? നമ്മുടെ അന്നാരാജ് ആളുടെ, അതായത് ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് ഇനോഗ്രേഷൻ വരുന്നതും അവിടുന്ന് ഒരു ഇടി, അത് മാത്രമേ ഉള്ളൂ. ഫൈറ്റ് ഉണ്ടോ? അവിടെ ഒരു ഫൈറ്റ്, അത് വലിയ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറുത്. അതിന്റെയൊക്കെ മുകളിൽ വരുന്ന ഒരു സാധനം ഇന്റർവെല്ലിന്റെ അത് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്റർവെല്ലിന് ശേഷമാണ് അത് കാണിക്കുക. അത് അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് മാത്രം മതി. അത് ഭയങ്കര രസമായിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും BGM ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. BGM പക്ഷെ നമുക്കിവിടെ അത്ര വലിയൊരു എഫക്റ്റ് ആയിട്ട് തോന്നില്ല. ഞങ്ങൾ കയറിയ സ്ക്രീനിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ. ചെറിയ സ്ക്രീനിൽ ഇങ്ങനെ മുകളിലോട്ട് കാണുള്ളൂ, അതുമല്ല ക്ലിയറും ഇല്ലാത്ത പോലെ ഒരു എഫക്റ്റ്. BGM അല്ല, മറ്റേ പിക്ചർ ക്വാളിറ്റി ഭയങ്കര ബോറായി തോന്നി. അത് ഇവിടുത്തെ ഒരു സ്ക്രീൻ അങ്ങനെയാണ്. ഒറ്റ അതിലെന്തുകൊണ്ട് ഇട്ടു എന്നുള്ള സൗണ്ട് എഫക്ട് നല്ല പ്രശ്നം. അതായത് ഫ്രണ്ടിലെ മാത്രം സ്പീക്കറും ഈ സറൗണ്ടിങ്സ് വന്നാലല്ലേ നമുക്ക് കേൾക്കുന്നവർക്ക് ഓരോ രണ്ടെണ്ണം മാത്രം ഓൺ ആക്കി വെച്ചിട്ടുള്ളൂ. അതെ, ബാക്കി ഒന്നും ഓൺ ചെയ്തിട്ടില്ല. പക്ഷെ സിനിമ എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. അതായത് ഭയങ്കര സംഭവമല്ല, നമ്മൾ ഒരിക്കലും ഭയങ്കര സൂപ്പർ ഒരു മറ്റേ സ്പോർട്സ് മൂവി അങ്ങനത്തെ ഒരു സാധനമല്ല. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തും, അങ്ങനത്തെ ഒരു സാധനം. അല്ലാണ്ട് ഓവറാക്കുന്നുമില്ല, എന്നാൽ നല്ല നൈസായിട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു മൂവി എന്താണെങ്കിലും ആന്റണി പെപ്പന്റെ എഫേർട്ട് അത് എടുത്ത് കാണാനുണ്ട് കേട്ടോ. അത് വെറുതെ വേസ്റ്റ് ആയിട്ടില്ല ഒരിക്കലും ഇല്ല. ഒരു സീനൊക്കെ എന്റെ പൊന്നോ പറയാൻ പറ്റാത്തോണ്ട് നിങ്ങൾ പോയി കാണാം. അതിന്റെ പ്രൊഡ്യൂസർ അച്ചു ബേബി ജോൺ, അതായത് നമ്മുടെ മലയക്കോട്ടെ വാലിബന്റെ പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഷിബു ബേബി ജോണിന്റെ മകനാണ്. നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ആളുടെ ക്യാരക്ടർ നെയിം ഷിൻസ് അല്ലേ? യെസ്. അപ്പോൾ ആളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആളിൽ അഭിനയിക്കുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു സംശയം കിടക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. ആള് ബോക്സിങ്ങിന്റെ എന്തോ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി അതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന മൂവ്മെന്റ്സ് ഒക്കെ ഞാൻ നേരത്തെ ആന്റണി പെപ്പന്റെ കാര്യം പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലത്തെ മൂവ്മെന്റ്സ് അങ്ങനത്തെ എല്ലാം എനിക്ക് തോന്നുന്നു പഠിച്ചിട്ടുണ്ടാവും. ഓവർ ആ സമയത്തൊന്നും ഓവർ ഡയലോഗുകൾ കാര്യങ്ങളൊന്നുമില്ല, 1-2 ചെറിയ, പിന്നെ ഇവര് തമ്മിലുള്ള ഫൈറ്റ്. അതിനുശേഷം ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആളുടെ കുറച്ച് ഡയലോഗ് ഡെലിവറിയും
അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആള്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പരിചയത്തിന്റെ പുറത്തല്ല കേട്ടോ ഞാനിത് പോസിറ്റീവ് പറയുന്നത്. അത് മോശമായിരുന്നെങ്കിൽ മോശമായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അതിനൊരു തെളിവുണ്ട്, മലൈക്കോട്ടെ വാലിബൻ. തീർച്ചയായിട്ടും അതെ, അത് ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ വരും, ഇത് പരിചയം ഉള്ളത് കൊണ്ട് ഇത് പോസിറ്റീവ് പറയാം. പക്ഷെ ആ ഒരു സീനിൽ ആള് വന്ന് ചെയ്യുന്നത് ചിലപ്പോൾ പലർക്കും അറിയ പോലും ഉണ്ടാവില്ല ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആളാണ് അഭിനയിച്ചിട്ടുള്ളത്, ഗംഭീരമായിട്ട് ആൾ ആ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്ക് സിനിമ തോന്നിയത് ഒരു ആവറേജിന്റെ മുകളിൽ സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും റേറ്റിംഗ് 6.7 കൊടുക്കാം. നിന്റെ സ്ഥിരം പരിപാടി തന്നെ ആയിക്കോട്ടെ, ഇനിയിപ്പോ അതായിട്ട് കുറയ്ക്കണ്ട. എന്റെ പരിപാടിയാണ് മാത്രമൊന്നുമല്ല എനിക്ക് കൊടുക്കാൻ പറ്റും, ഞാൻ കൊടുക്കും. പിന്നെന്താ, ഞാൻ കൊടുക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് സിനിമകളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, ക്ലീഷേ പരിപാടികളായിരിക്കും. അതിനകത്തുനിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. അത് ഇവര് ക്ലൈമാക്സിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടാവും, നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന്